ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥയുടെ പേരിൽ ഉയർന്ന ആരോപണങ്ങൾ സംസ്ഥാനത്ത് വലിയ കോളിളക്കം സൃഷ്ടിച്ചിരിക്കുകയാണ്. ദന്തേവാഡയിൽ ജോലി ചെയ്യുന്ന ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് കൽപ്പന വർമ്മ താനുമായി പ്രണയബന്ധം സ്ഥാപിച്ച് 2 കോടിയിലധികം രൂപയും ആഡംബര സമ്മാനങ്ങളും തട്ടിയെടുത്തതായും സ്വത്ത് കൈവശപ്പെടുത്തിയതായും പ്രമുഖ വ്യവസായിയായ ദീപക് ടണ്ടൻ പോലീസിന് പരാതി നൽകിയിരിക്കുന്നു. സാമ്പത്തിക തട്ടിപ്പിനൊപ്പം കള്ളക്കേസിൽ കുടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തി പണം കൈക്കലാക്കിയെന്ന ഗുരുതരമായ ആരോപണം കൂടി DSPക്കെതിരെ ഉയർന്നിട്ടുണ്ട്. പോലീസ് സംവിധാനത്തിന് മുകളിൽ നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥക്കെതിരെ ഉയർന്ന ഈ ആരോപണങ്ങൾ അധികാര സ്ഥാപനങ്ങളിൽ ഇരിക്കുന്നവരുടെ വ്യക്തിപരമായ സാമ്പത്തിക ഇടപാടുകളിലെ സുതാര്യതയെക്കുറിച്ചും നിയമലംഘനങ്ങളെക്കുറിച്ചുമുള്ള ചോദ്യങ്ങളും ഉയർത്തുന്നു. ദീപക് നൽകിയ പരാതി അനുസരിച്ച് DSP കൽപ്പന വർമ്മയുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധം 2021 ആരംഭിക്കുന്നത്. പരിചയം ക്രമേണ അടുപ്പത്തിലേക്കും പിന്നീട് പ്രണയബന്ധത്തിലേക്കും വഴിമാറുകയായിരുന്നു. തന്റെ പോലീസ് പദവി ഉപയോഗിച്ച കൽപ്പന വർമ്മ ഈ ബന്ധം സാമ്പത്തികമായി ചൂഷണം ചെയ്യാൻ ഉപയോഗിച്ചുവെന്നാണ് വ്യവസായിയുടെ പ്രധാന ആരോപണം. തുടർച്ചയായ ആവശ്യപ്പെടലിലൂടെ DSP തന്നിൽ നിന്നും 2 കോടിയിലധികം രൂപയും വില കൂടിയ സമ്മാനങ്ങളും കൈക്കലാക്കിയതായി ദീപക് പറയുന്നു. തന്റെ സൗന്ദര്യവും സ്ഥാനവും ഉപയോഗിച്ച് തന്റെ പ്രണയബന്ധത്തിൽ കുടുക്കിയ ശേഷം നടത്തിയ സാമ്പത്തിക ചൂഷണമാണിതെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. വജ്രമോതിരങ്ങൾ, ആഡംബര കാറുകൾ തുടങ്ങിയ വിലപിടിപ്പുള്ള സമ്മാനങ്ങളും DSPക്ക് നൽകേണ്ടി വന്നതായി പരാതിയിൽ പറയുന്നു. ദീപകിന്റെ ഭാര്യയുടെ പേരിലുള്ള ഒരു കാർ DSP കൈവശം വെച്ചതായും പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട്. സാമ്പത്തിക ഇടപാടുകൾക്ക് പുറമെ ദീപകിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു ഹോട്ടൽ DSP കൽപ്പന വർമ്മ തട്ടിയെടുക്കുകയോ കൈവശപ്പെടുത്തുകയോ ചെയ്തുവെന്നും ആരോപണവും അതീവ ഗൗരവകരമാണ്. ഇത് കേവലം വ്യക്തിഗത പ്രണയ തട്ടിപ്പിൽ ഒതുങ്ങുന്നില്ലെന്നും സ്വത്ത് തട്ടിയെടുക്കുന്നതിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയെന്നും സൂചിപ്പിക്കുന്നു. പോലീസ് ഉദ്യോഗസ്ഥ എന്ന നിലയിലുള്ള തന്റെ അധികാര ദുരുപയോഗം ചെയ്താണ് DSP കൽപ്പന വർമ്മ സാമ്പത്തിക ആവശ്യങ്ങൾ അംഗീകരിക്കാൻ വ്യവസായിയെ നിർബന്ധിച്ചത്. പണം നൽകാൻ വിസമ്മതിച്ചപ്പോൾ DSP കള്ളക്കേസുകളിൽ കുടുക്കുമെന്ന് ദീപകിനെ ഭീഷണിപ്പെടുത്തിയതായി പരാതിയിൽ പറയുന്നു. ഒരു ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് റാങ്കിലുള്ള ഉദ്യോഗസ്ഥ ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തുന്നത് നിയമവ്യവസ്ഥയുടെ വിശ്വസ്തതയ്ക്ക് തന്നെ കളങ്കം വരുത്തുന്ന ഒന്നാണ്. തന്റെ അധികാരം നിയമപരമായ നടപടികൾക്ക് പകരം വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായി ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ചു എന്നതാണ് ഇതിലെ ഏറ്റവും ഗുരുതരമായ വിഷയം. കള്ളക്കേസ് ഭീഷണിയും തുടർച്ചയായ സാമ്പത്തിക സമ്മർദ്ദവും തന്റെ വ്യവസായങ്ങളെയും വ്യക്തിജീവിതത്തെയും സാരമായി ബാധിച്ചുവെന്നും ഈ ഭീഷണികൾക്ക് വഴങ്ങേണ്ടി വന്നതിനാലാണ് ഇത്രയും അധികം പണം നഷ്ടപ്പെട്ടതെന്നും വ്യവസായി ആരോപിക്കുന്നു. തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ കേവലം കെട്ടിച്ചമച്ചതല്ലെന്ന് തെളിയിക്കുന്നതിനായി ദീപക് നിരവധി തെളിവുകൾ മാധ്യമങ്ങൾക്കും പോലീസിന് മുന്നിൽ ഹാജരാക്കി. ഈ തെളിവുകളുടെ പരസ്യപ്പെടുത്തൽ റായ്പൂരിലെ പൊതുചർച്ചകളെ കൂടുതൽ ചൂടുപിടിപ്പിച്ചു. ഇരുവരും തമ്മിലുള്ള വാട്സപ്പ് ചാറ്റുകളാണ് പ്രധാന തെളിവുകളിലൊന്ന്. ഈ ചാറ്റുകൾ നിലവിൽ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ചാറ്റുകളിലെ ചില ഭാഗങ്ങൾ DSPയുടെ സാമ്പത്തിക സമ്മർദ്ദവും വ്യവസായിക വൈകാരിക പ്രതികരണവും വ്യക്തമാക്കുന്നു. സംഭാഷണങ്ങളിൽ പലപ്പോഴും DSP കൽപ്പന പണത്തെക്കുറിച്ച്, ചിലപ്പോൾ വിവാഹമോചനത്തെക്കുറിച്ചും സംസാരിക്കുന്നതായും കാണാം. പണം ആവശ്യപ്പെട്ടപ്പോൾ നീ എന്റേതാണ്, പണമല്ല പ്രിയേ, നിനക്ക് കഷ്ടപ്പാടുണ്ടാകുന്നത് എനിക്ക് സഹിക്കാൻ കഴിയില്ല എന്ന് വ്യവസായി പ്രതികരിക്കുന്നുമുണ്ട്. ഈ പ്രതികരണം അദ്ദേഹത്തിന് DSPയോടുണ്ടായിരുന്ന വൈകാരികമായ അടുപ്പം സൂചിപ്പിക്കുന്നു. ഇതിന് മറുപടിയായി എങ്കിൽ ഇപ്പോൾ എന്തുകൊണ്ടാണ് സഹായിക്കാത്തത്? ഇരട്ടി തിരികെ നൽകാം, ഞാൻ വാഗ്ദാനം ചെയ്യുന്നുവെന്ന് DSP പറയുന്നതും ചാറ്റിലുണ്ട്. എന്നാൽ വേണ്ട സുഹൃത്തെ, ഞാൻ നിന്നിൽ നിന്ന് ഒരിക്കലും എടുക്കില്ല, നിനക്ക് മാത്രം നൽകുമെന്ന് ദീപക് മറുപടി നൽകുന്നു. ഈ ചാറ്റുകൾ പ്രണയബന്ധം ഒരു സാമ്പത്തിക ഇടപാടായി മാറിയതിന്റെ ചിത്രം വ്യക്തമാക്കുന്നുമുണ്ട്. DSPയുടെ ഭാഗത്തു നിന്നും പണം തിരികെ നൽകാമെന്ന വാഗ്ദാനം വന്നിട്ടും വ്യവസായി അത് നിരസിക്കുന്നതും തന്റെ ഭാഗത്ത് പ്രണയബന്ധം സത്യസന്ധമായിരുന്നുവെന്നും എന്നാൽ അത് ചൂഷണം ചെയ്യപ്പെടുകയായിരുന്നുവെന്നും സ്ഥാപിക്കാൻ ദീപകിനെ സഹായിക്കുന്നു. വാട്സപ്പ് ചാറ്റുകൾക്ക് പുറമെ മറ്റ് തെളിവുകൾ, ഇരുവരും ഒരുമിച്ചുള്ള ഫോട്ടോകളും വീഡിയോകളും, DSPക്ക് സമ്മാനമായി നൽകിയ വജ്രമോതിരത്തിന്റെ ചിത്രവും അതിന്റെ സർട്ടിഫിക്കറ്റും, DSP കൈവശം വെച്ച കാറിന്റെ രേഖകൾ തുടങ്ങിയ തെളിവുകൾ വ്യവസായി പുറത്തുവിട്ടിട്ടുണ്ട്. ഈ തെളിവുകളുടെ ആധികാരികത പോലീസ് ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും ഉന്നത ഉദ്യോഗസ്ഥരെ പ്രതിക്കൂട്ടിലാക്കാൻ പര്യാപ്തമാണ് ഈ വിവരങ്ങൾ. ഈ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നെങ്കിലും ദീപകിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇതുവരെ FIR രജിസ്റ്റർ ചെയ്തിട്ടില്ല. പോലീസ് നിലവിൽ പ്രാഥമിക അന്വേഷണത്തിലാണ്. സാധാരണക്കാർക്കെതിരെ ഇത്തരം ഒരു പരാതി ലഭിച്ചാൽ ഉടൻ FIR രജിസ്റ്റർ ചെയ്യേണ്ട പോലീസ് സംവിധാനം സ്വന്തം ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാൻ മടിക്കുന്നത് അധികാര സ്വാധീനത്തെക്കുറിച്ചുള്ള സംശയങ്ങളും വർദ്ധിപ്പിക്കുന്നു. ഒരു DSPക്ക് നേരെ പരാതി ലഭിക്കുമ്പോൾ FIR രജിസ്റ്റർ ചെയ്യാൻ കാലതാമസം വരുത്തുന്ന പോലീസ് നടപടി നീതിന്യായ വ്യവസ്ഥയുടെ തുല്യതയെ ചോദ്യം ചെയ്യുന്നതാണ്. DSPയുടെ ഉയർന്ന പദവിയും അവർക്കുണ്ടായേക്കാവുന്ന രാഷ്ട്രീയ സ്വാധീനവുമാണ് FIR രജിസ്റ്റർ ചെയ്യാൻ കാലതാമസം വരുത്തുന്നതിന് പിന്നിലെന്ന ആരോപണവുമുണ്ട്. കള്ളക്കേസ് ഭീഷണി ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ പൊതുജനങ്ങളിൽ പോലീസ് സംവിധാനത്തോടുള്ള വിശ്വാസം കുറയ്ക്കാൻ ഇടയാക്കിയിട്ടുമുണ്ട്. നിയമപാലകർ തന്നെ നിയമം ദുരുപയോഗം ചെയ്യുമ്പോൾ സാധാരണക്കാർക്ക് നീതി തേടാൻ എവിടെ അഭയം തേടാനാകുമെന്ന ചോദ്യം റായ്പൂരിൽ ശക്തമാകുന്നു. പ്രണയബന്ധത്തിന്റെ മറവിൽ കോടിക്കണക്കിന് രൂപ തട്ടിയെടുക്കുകയും സ്വത്ത് കൈവശപ്പെടുത്തുകയും കള്ളക്കേസിൽ കുടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തെന്ന ഗുരുതരമായ ആരോപണമാണ് ഒരു വനിതാ DSPക്ക് നേരെ ഉയർന്നിരിക്കുന്നത്.
പുറത്തുവന്ന തെളിവുകൾക്ക് ആധികാരികതയുണ്ടെങ്കിൽ അത് DSP കൽപ്പന വർമ്മയുടെ ഔദ്യോഗിക ജീവിതത്തെയും നിയമപരമായ നിലനിൽപ്പിനെയും സാരമായി ബാധിക്കും. പോലീസിന്റെ പ്രാഥമികമായ അന്വേഷണ റിപ്പോർട്ട് FIR രജിസ്റ്റർ ചെയ്തതിലെ തുടർ നടപടികളുമാണ് ഇനി കേസിന്റെ ഗതി നിർണ്ണയിക്കുക. റായ്പൂരിലെ ജനങ്ങളുടെ നിയമനിർവഹണ ഏജൻസികളും ഈ കേസിൽ നീതിയുക്തമായ അന്വേഷണത്തിനും നിയമപരമായ നടപടികൾക്കുമായി കാത്തിരിക്കുകയാണ്.